പ്രിയമുള്ള പ്രേക്ഷകരെ, ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചതുപോലെ നാട്ടുകാർ, വീട്ടുകാർ, അധ്യാപകർ, കൂട്ടുകാർ എല്ലാം ഒരു ഡോക്ടറായി തീരണം, ഒരു എൻജിനീയറായി തീരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് വേണ്ട എന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ വിശ്വാസികളുടെ ഭിക്ഷുക്കരനായി വൈദ്യനായി മാറും എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി അച്ഛൻ ഇതാ നമ്മുടെ മുമ്പിൽ ഒരു പുരോഹിതനായിട്ടിരിക്കുകയാണ്. ആ ഒരു നിയോഗ വഴികളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. 1980 ഇങ്ങോട്ട് പോന്നപ്പോൾ ഇടവകയാണോ അച്ഛന് കിട്ടിയത്? ഇടവക വെച്ചാൽ എനിക്ക് 2 ഇടവക, പിന്നെ പീരുമേട്ടിലന്ന് അറക്കിലച്ഛനാണ് പിതാവില്ലേ, PDS-ൻ്റെ ഒക്കെ ആയിട്ട് തുടക്കക്കാലമാണ്. അപ്പം ഞാൻ പീരുമേട്ടിൽ താമസിച്ചുകൊണ്ട് മുറിഞ്ഞു വഴിയും ചെറുപള്ളിക്കുളവും പള്ളിയിൽ നടത്തണം. പിന്നെ ഈ PDS-ൻ്റെ ആയിട്ട് പിന്നെ നല്ലതണ്ണി അന്ന് അവിടെ വികസിച്ചിട്ടൊന്നുമില്ല, കാട് പിടിച്ച് കിടക്കുക, അവിടെ അതിനും പോകണം. പിന്നെ PDS-ൻ്റെ ഈ വനത്തിൽ താമസിക്കുന്നവർക്കുള്ള ഭക്ഷണം, ഈ ജീപ്പേ കൊണ്ട് ഭക്ഷണസാധനം, ഈ അമേരിക്കൻ ഗോതമ്പിങ്ങുകളൊക്കെ അതും പിന്നെ പാൽപ്പൊടിയോ അതെല്ലാം കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പം ഈ 3 പള്ളി ചിലപ്പം പിന്നെ മിക്കവാറും ഇവിടെ തന്നെ പെരുമേണ്ടി തന്നെ ആയിരിക്കും കുർബാന. അപ്പോൾ എന്നെ അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ രൂപതയുടെ എസ്റ്റേറ്റിലുണ്ട്, അതും കൂടെ എന്നെ ഏൽപ്പിച്ചു. അത് ചാൾസ്വില്ല എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, അത് ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാർ വേനൽക്കാലത്ത് പോയി റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് ചാൾസ്വില്ല. അതും പിന്നെ വേറെ രൂപതയ്ക്കുണ്ടായിരുന്നു നോക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഈ 2 പള്ളിയായിട്ടുള്ളത്. രൂപതയിലെ യുവദീപ്തിയുടെ ആഭിമുഖ്യത്തിൽ ഒരു വർക്ക് ക്യാമ്പ് എല്ലാ വർഷവും ഒരു നടത്താനുള്ള ആ വർഷത്തേത് എവിടെ വേറെ ആരും എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെയുള്ളവർ ചിലരോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ചെറുപള്ളിക്കുളത്ത് നടത്താം, ആ റോഡ് ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് റോഡ് എല്ലാവർക്കും വേണം. അപ്പോൾ 10 ദിവസത്തെ ക്യാമ്പാണ്. അപ്പോൾ 10 ദിവസം ഈ വരുന്ന പിള്ളേർക്ക് വേറൊന്നിനും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഇടവക്കാരും കൂടെ കൂടി 150 പേരുടെ 10 ദിവസം 150 പേരുടെ വർക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് കിടന്നത്. അവിടെ ആ തോട് പോലെ കിടന്ന റോഡ് കാറും എല്ലാം ഇറങ്ങി വന്നു. അതിൻ്റെ ഉദ്ഘാടനം വന്നപ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാം വലിയ ആൾക്കാരൊക്കെ വന്നു, ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ അവിടെ പോയി തിരിച്ചു വരാൻ നോക്കിയപ്പോൾ ഞാൻ ജീപ്പേ കയറുമ്പോഴേ പള്ളിമുറ്റത്തൊരു നല്ല കളറുള്ളൊരു പേപ്പർ കിടക്കുന്നത്, എന്നാൽ അത് എടുത്ത് കളഞ്ഞിച്ച് പോകാമെന്നോർത്ത് ഞാൻ ചെന്ന് അത് എടുത്തപ്പോഴേ അതിൽ എഴുതിയിരിക്കുകയാണ് ആക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ എനിക്ക് തോന്നി അത് ദൈവം തന്നൊരു മെസ്സേജാന്ന് തോന്നി, ആക്ട് ഇമ്മീഡിയറ്റ് എന്ന് വെച്ചാൽ അവിടെ സ്കൂളില്ല, മഠമില്ല, പള്ളിക്ക് കഴിഞ്ഞു പോകാനുള്ള പറമ്പില്ല, പള്ളിമുറിയില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയായപ്പോൾ ആൾക്കാർ സഹകരണമായല്ലോ. അതെ. അപ്പോൾ ഞാൻ ഈ കടലാസ് എടുത്ത് കളയാൻ വേണ്ടി ചെന്നപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് എന്നോട് പറയുന്നവരെനിക്കത് ആക്ട് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ ഇമ്മീഡിയറ്റ് വെച്ചാൽ ആദ്യം വേണ്ട സ്കൂളാണ് വരേണ്ടത്. ഞാൻ ഉടനെ തന്നെ മന്ത്രിയെ കാണാനായിട്ട് 3 പ്രാവശ്യം തിരുവനന്തപുരം പോയി. LP സ്കൂളിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ 6-7 കിലോമീറ്റർ പിള്ളേർ നടക്കണം. അപ്പോൾ മറ്റ് ചുറ്റുമുള്ള സ്കൂളുകാർ അതിന് പരാതി എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ സ്കൂളിനടുത്ത് വേറെ പള്ളിക്കൂടം ഉണ്ടെന്ന് നുണ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇത് കിട്ടുകയെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ PJ ജോസഫാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വന്നത്. ഉടനെ ഞാൻ പോയി, പുള്ളിക്ക് പ്രദേശങ്ങളൊക്കെ അറിയാവുന്ന. പുള്ളി പറഞ്ഞ സ്കൂൾ തന്നേക്കാമെന്ന് പറഞ്ഞു. അധികം കഴിഞ്ഞ് LP സ്കൂൾ വന്നു. LP സ്കൂൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് നടത്തിക്കൊണ്ട് പോകണേ ആൾ വേണ്ടേ. അപ്പോൾ ഞാൻ മടങ്കാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ ഈ CMC കോൺവെൻറ്റിൽ നല്ലൊരു പ്രൊവിൻഷ്യലൊക്കെ നല്ല ആളായിരുന്നു, അവർ മടന്നരാന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് വന്നോളൂല്ലോ, അപ്പോൾ ഇനി മടന്ന സ്ഥലം വേണ്ടേ. അപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളിക്കാരനൊരു വലിയ എസ്റ്റേറ്റ് അവിടെ ഉണ്ടേ. അപ്പോൾ ഈ പള്ളിയിലോട്ട് വരുന്ന മുമ്പ് റോഡ് തീർത്തതിന് അടുത്തായിട്ട് ഒരു സ്ഥലം കിഴക്കാൻ തൂക്കായിട്ട് കിടപ്പുണ്ട്. അവിടെ ഒരു തൊഴിലാളി ലയമുണ്ട്, ലയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഒരു 5-8 പേർക്ക് താമസിക്കാമെന്ന്, അതിൽ 1-2 പേരെ താമസിക്കുന്നില്ല, ബാക്കിയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പുള്ളി ഒരു അരയേക്കറുണ്ട്, പുള്ളി അത് സൗജന്യമായിട്ട് മഠത്തിന് വേണ്ടി തന്നു. പിന്നെ ഇടവക്കാരെല്ലാവരും കൂടി കൂടി അങ്ങോട്ട് കഷ്ടിച്ചൊരു വഴി ഇറങ്ങി പോകാനേ പറ്റുമോ, റോഡ് പോലും പറ്റുകയില്ല. പിന്നെ ഇടവക്കാരെല്ലാവരും കൂടി കൂടി ശ്രമദാനപ്പണി ചെയ്ത് അങ്ങോട്ട് ജീപ്പ് ഇറക്കിക്കൊണ്ട് പോകാമെന്നുള്ള എല്ലാം ആക്കി. ആ സമയം കൊണ്ട് മേസ്ത്രിമാരെല്ലാം വിളിച്ച് നല്ല മടവാക്കി അതുമായി മനസ്സിലായോ. അപ്പോൾ അവിടെ മടത്തി വന്ന് അപ്പോൾ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ അവിടെ നിന്ന് കിട്ടും. പിന്നെ അൽമാരെ പുറത്തുനിന്ന് കിട്ടും. മദറായിട്ട് വന്നൊരു ഹോമിയോ ഡോക്ടറാണ്. അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഒരു ഡോക്ടറെ കാണുന്ന കാഞ്ഞിരപ്പുള്ള ഇവിടുത്തെ ആശുപത്രിയിൽ അല്ലെങ്കിൽ മുണ്ടക്കത്തെ വരണം. അതെ അതെ. അപ്പോൾ എല്ലാം കൂടെ ഒരു ഐക്യമായി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരു പള്ളിമുറി പണിയണം. പള്ളിമുറി പണിത് കഴിഞ്ഞാൽ
വരുമാനമില്ല, അച്ഛന് വികാരിയച്ഛനുള്ള അലവൻസ് ഒന്നും കിട്ടത്തില്ല, പള്ളി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു സ്ഥലമില്ലാതെ പറ്റിയില്ല. ആകെ 1 ഏക്കർ 1.25 ഏക്കർ കഷ്ടിച്ചേ ഉള്ളൂ. അതുകൊണ്ട് പള്ളി മിറ്റം ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, 4 ഏക്കർ സ്ഥലം. അത് വേറൊരു മനുഷ്യൻ്റെയാണ്. അപ്പം അവരോട് ചോദിച്ചാൽ തരികയെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞ് പുള്ളി പറഞ്ഞു 35,000 രൂപയ്ക്കാണ് ഏക്കറിന്. കുഗ്രാമെന്ന് പറഞ്ഞേ, പിതാവ് പള്ളിമുറി പണിയാൻ 90,000 രൂപ തരാമെന്ന് പറഞ്ഞായിരുന്നു. ആ രൂപ അവിടെ ഇതിനായിട്ട് ഉപയോഗിച്ച് വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചു. അതങ്ങനെ വാങ്ങിക്കാൻ പറ്റി, മനസ്സിലായി. അപ്പം പള്ളിമുറി പണിയണ്ടേ, ഞാൻ ഇടവക്കാരെ വിളിച്ച് ഒരു ദിവസം വൈകിട്ട് മുതൽ രാത്രി ഒത്തിരി സമയം വരെ ഇരുന്ന് അവർ പള്ളിമുറി പണിയാനുള്ള പൈസയിൽ അവർ തന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അത് അവരുടെ കയ്യിലോട്ട് അങ്ങനെ പോയി. പിന്നെ ഈ വാങ്ങിച്ച സ്ഥലത്ത് റബ്ബർ വെച്ച് പിടിപ്പിക്കാനാണ്. അതിനിവിടുത്തെ കൈക്കാരൻ പോയി എലികുളത്ത് പോയി ഒന്നാന്തരം 105-ൻ്റെ റബ്ബർ കൊണ്ടുവരും. അതെല്ലാം അവിടെ തന്നെ പ്ലാസ്റ്റിക് കൂടെ നന്നായിട്ട് വളർത്തിയെടുത്തു. അങ്ങനെയാണ് അവിടെ റബ്ബർ തോട്ടം വെച്ച് പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവർ റബ്ബർ ബോർഡും MDSഉം പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സൊസൈറ്റി ഇവരെല്ലാം കൂടി ഒരു റബ്ബർ ക്രഷർ സെമിനാർ ഫ്രീ ആയിട്ട് അവിടെ വെച്ചു. അന്നേരം റബ്ബർ ബോർഡിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, മൈക്കിൾ കളിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥന് പ്രസംഗം പറഞ്ഞു ഈ റബ്ബർ 5 വർഷമാകുമ്പോൾ വെട്ടാം. സാധാരണ റബ്ബർ വെട്ടണ 7-6 വർഷം വേണം. ഇത് 5 വർഷം വെട്ടാം. ഇനി ഏതെങ്കിലും കൃഷി സംബന്ധിച്ച് റബ്ബറിന് എന്തെങ്കിലും സംശയമുള്ളവർ അങ്ങോട്ട് വരേണ്ട, അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി നിങ്ങൾ പറഞ്ഞു. ആ വർഷങ്ങളിൽ അനേകം പേരുടെ റബ്ബർ തോട്ടം മുഴുവൻ ഇതുപോലെ റബ്ബർ മുഴുവൻ മഴ പെയ്ത് അഴുകിപ്പോയി. ഇതിനകത്ത് ഒറ്റയില അഴുകിയില്ല. അപ്പം ഞാൻ ആ മഴക്കാലത്തെല്ലാം ആവശ്യത്തിനനുസരിച്ച് വളവും പിന്നെ സ്പ്രേയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർക്കറിയത്തില്ല. അത് മുഴുവൻ ചെയ്യിച്ചു ഒരൊറ്റെണ്ണം പോലും ഒരു മനുഷ്യരില്ല അതിൽ തോട്ടം കാണാൻ കയറി വരും. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ വെട്ടാമെന്നല്ലേ പറഞ്ഞത്. ഞാനത് കഴിഞ്ഞ് അധികം കഴിയാതെ സ്ഥലം മാറിപ്പോയി. അല്ല, അപ്പം ഈ ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ഒരു സന്ദേശമായിട്ടെടുത്ത് അച്ഛൻ പടിപടിയായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു അല്ലേ? അങ്ങനെ ഒരു ഇടവക മുഴുവനും അല്ലേ വികാരി അച്ഛൻ്റെ കീഴിൽ വലിയ സന്തോഷത്തോടു കൂടി കഴിയുന്ന അനുഭവം. അങ്ങനെ അച്ഛൻ അവിടുന്ന് പോന്നു. അങ്ങനെ പള്ളിമുറിയും തീർന്നു. പിന്നെ അവിടെ റബ്ബർ വെച്ച് കാര്യം കൂടെ പറയാം. അതായത് റബ്ബർ വെച്ച് വെട്ടാറായപ്പോൾ വട്ടക്കുഴിപ്പ അവിടെ പോയി എന്നോട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു റബ്ബറിന് പാലില്ല, സ്ഥലത്തോടെ വിൽക്കണമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതറിയാൻ വേണ്ടി ഞാൻ പിറ്റേ ദിവസം സ്ഥലത്ത് പോയി നോക്കിയപ്പം അവർ പാൽപ്പെട്ടേ വെട്ടുന്നില്ല. ഞാൻ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഇന്ന വെട്ടുകാരനെ കൂടി വെട്ടിക്കാൻ പറഞ്ഞു. വെട്ടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു ബ്ലോക്ക് വെട്ടുമ്പോഴത്തേക്കും സാധാരണ 300-350 മരം വെട്ടുമ്പോൾ 35 ഷീറ്റാണ് കിട്ടേണ്ടത്. പറഞ്ഞ ആരും വിശ്വസിക്കില്ല, 80 ഷീറ്റ് വരെയൊക്കെയാണ് കിട്ടുന്നത്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല, പലർക്കും വിശ്വസിക്കാൻ. അവൻ ഇഷ്ടംപോലെ പൈസ. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ഇത് തോട്ടമെല്ലാം ശരിയായി കഴിയുമ്പോൾ അതിൻ്റെ വരുമാനം കൊണ്ട് അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ വീടിൻ്റെ സംഗതികളൊക്കെ പരിഹരിക്കാനുള്ളതൊക്കെ അത് ആദ്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് സ്ഥലം മാറ്റുമ്പോൾ ഞാനങ്ങ് പോയി. പിന്നെ വന്ന അച്ഛന് ഈ റബ്ബറിനെ പറ്റി അറിയാൻ മേലാത്തതുകൊണ്ട് 7 വർഷം കഴിഞ്ഞത് വെട്ടാറായി. എങ്കിലും അച്ഛൻ്റെ ഇടപെടൽ കൊണ്ട് അതെ വരുമാനം ഉണ്ടായി. ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് ആ മെസ്സേജ് എനിക്ക് തമ്പുരാൻ തന്നതാണ്. അതാണ് അവിടെ പള്ളിമുറിയുടെ പ്ലാൻ വരയ്ക്കാനും ഇത്രയും കാര്യങ്ങൾ ഒരു താമസവും കൂടാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നടത്തി. ഞാനവിടെ ചെന്ന് കുർബാനയൊക്കെ തുടങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ കുർബാന വരും. ഞാൻ അവരെ സെലക്ട് ചെയ്ത് അവിടുന്ന് 3 വൈദികർ എന്ന് നമ്മുടെ രൂപത ഇടവേല. അതിനുശേഷം പിന്നെ അങ്ങനെ ആരും തന്നെ ഉണ്ടായിട്ടുമില്ല. ഇനി ഈ നാളുകളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനേക വർഷങ്ങൾ കഴിഞ്ഞു. അതിനുമുമ്പ് ആരും ഇല്ലായിരുന്നു. അതാണ് ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞപ്പോൾ ആ മെസ്സേജ് കിട്ടിയില്ല, ഞാനിതൊന്നും ചെയ്യില്ല. മനസ്സിലായോ? അത് ദൈവത്തിൻ്റെ ഇടപെടൽ. സന്ദേശം സ്വീകരിച്ചു കർത്താവ്. അതെല്ലാം വളരെ മനോഹരമായിട്ട്. ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ള ഒരു കാര്യം അതിൽ കിടപ്പുണ്ട്. പള്ളിമുറിയുടെ ഡിസൈനിങ് അച്ഛനാ ചെയ്തത്. അപ്പം അവിടെയാണ് ഈ ആക്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് കിട്ടിയപ്പോൾ ഒരു പള്ളിമുറി ഉണ്ടാകണമല്ലോ. അപ്പം ഇടവക്കാരതിന് സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ തന്നെ വന്ന് മെറ്റലടിക്കുകയും സർവ്വ പണി അവരെ കൊണ്ട്. പിന്നെ മേസ്ത്രിയുടെ പണി മാത്രം മേസ്ത്രി മതി. അതിനുള്ള പൈസ എല്ലാം അവർ തന്നെ. അന്നേരമാണ് എനിക്കിത് ഈ പ്ലാൻ വരയ്ക്കാനുള്ള മെസ്സേജ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതുവരെ ഞാൻ അങ്ങനെ പ്ലാനൊന്നും വരച്ചിട്ടില്ല. ആ മെസ്സേജ് വന്ന് അത് അന്നേരം തന്നെ ഞാൻ മുറിയിൽ പോയിരുന്ന് പിരിമേട്ടി പോയിരുന്ന് വരച്ചു കഴിഞ്ഞാൽ ഞാനത് പിന്നെ പിതാനെ കാണിച്ചു. പിതാനെ സന്തോഷമായി. പണിതോളാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വെള്ളക്കടവിലേക്കാണ് ട്രാൻസ്ഫർ വന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പള്ളിയുണ്ട്, പള്ളിമുറി ഒന്നുമില്ല. പള്ളിയുടെ അടിത്തട്ടിലെ സ്ഥലത്താണ് പള്ളിമുറി, പഴയ കെട്ടിടമാണ്, പള്ളി കാണത്തുമില്ല. പിന്നെ അവിടെ എല്ലാവരുടെയും താല്പര്യപ്രകാരം അവിടെ അടിനിലയിൽ തീർത്തിട്ട് പള്ളി മറ്റു ലെവലിൽ അടുത്ത മുറി അതും തീർത്തു. ഞാൻ അവിടുത്തെ ഹൗസ് വിസിറ്റിംഗ് എല്ലാം നടത്തിയപ്പോൾ അവിടെ ഒരു മനുഷ്യനുണ്ട്, പുള്ളിക്ക് സാമ്പത്തികമുള്ള. അപ്പോൾ പുള്ളിക്ക് 10 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ട്. ഞാൻ അവരുടെ വീട് സന്ദർശിച്ച് കഴിഞ്ഞ് തിരിച്ചു പോന്നു. പള്ളി വന്നു. അത് കഴിഞ്ഞ് കൈക്കാരൻ്റെ കൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു മാസമായപ്പോൾ കൈക്കാരൻ എന്നോട് പറഞ്ഞു, ആ ചേട്ടന് അച്ഛനെ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇപ്പോഴല്ലേ കണ്ടു, നീ എന്തിനാ കാണുന്നത്? അത് ഞാൻ പോയില്ല. അതിന് പിന്നെയും പുള്ളി വിളിക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ പോയി ചെന്ന് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, പുള്ളി ഒരു ഒറ്റക്കാരനാണ്.
പുള്ളി പറഞ്ഞു എനിക്ക് 10 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ട്, ഈ സ്ഥലം മൊത്തം കൂടെ അച്ഛൻ്റെ പേരിലോട്ട് എഴുതാൻ പോവാം. അച്ഛനിവിടെ യുവജനങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രസ്ഥാനം കൊണ്ടുവരണം, ഇവിടെ അതിനുവേണ്ടി അച്ഛൻ്റെ പേർക്ക് എഴുതാൻ പോവാം. ഈ 10 ഏക്കറും കൂടെ. ഞാൻ പറഞ്ഞു എൻ്റെ പേർക്ക് എഴുതണ്ട, എനിക്ക് 2-3 കൊല്ലം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിലായോ, അതുകൊണ്ട് എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യുക, അവിടെ ഒരു മഠമുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ എഴുതാൻ പറഞ്ഞു. അന്നേരം ബൗദ്ധപിതാവുള്ളതേ. അപ്പം ബൗദ്ധപിതാവായിട്ട് ആലോചിച്ച് പ്രൊവിൻഷ്യലിനെ വിളിച്ചു ആലോചിച്ചു. അപ്പം ഇത് യുവജനങ്ങൾക്കുള്ള പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കണം, അങ്ങനെ വരണം. ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എന്നാൽ പള്ളിയുടെ പേരിൽ എഴുതാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു പള്ളിയുടെ പേര് എഴുതുന്നില്ല, എഴുതി നടക്കത്തില്ല, പിന്നെ കേസാവും, സിസ്റ്റേഷന് കൊടുത്താലും അവരും ചെയ്യത്തില്ല, കേസാവെന്ന് പറഞ്ഞു. ഏതായാലും ഒരു 2.5 ഏക്കർ സ്ഥലം മറ്റേ വേറൊരു ആധാരമായിരുന്നു, അത് പുള്ളി ആദ്യം തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ പേരിൽ എഴുതി. പക്ഷേ അവരൊന്നും ചെയ്തില്ല, അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ ആയപ്പോഴത്തേക്കും അല്ല പിന്നെ ആ സ്ഥലം തിരിച്ചായി കൊടുക്കണ്ടേ, അല്ലെ അയാൾ പ്രശ്നമായി. ഈ 2.5 ഏക്കർ സ്ഥലം അദ്ദേഹം തന്നിരുന്നല്ലോ. ആ 2.5 ഏക്കർ സ്ഥലത്ത് പിന്നീട് അവർ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. അതെല്ലാം തുടങ്ങി കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. ഞാൻ അവിടുന്ന് വട്ടക്കുഴി പിതാവ് അവിടെ വന്ന് എന്നോട് പറഞ്ഞു ഇവിടെ പ്രീസ്റ്റവും അച്ഛന്മാർക്കുള്ള പ്രീസ്റ്റവും പണിയാനായിട്ടുള്ള പ്ലാനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രീസ്റ്റ് കൗൺസിൽ അച്ഛനെ കൊണ്ട് പണിയിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് അച്ഛൻ നോക്കിയിട്ട് അതിന് വേറെ പ്ലാൻ വല്ലതും മാറ്റി അത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് സ്ഥലം മാറി പോകുന്നു. ഇവിടെ വന്ന് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി 10 ഏക്കർ സ്ഥലം കൂടി അവരെ എഴുതി വാങ്ങിച്ചു. പിന്നെ അവിടെ അങ്ങനെ അങ്ങ് പോയത്. പിന്നത്തെ കാര്യം എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പ്രീസ്റ്റോമിനെ ഇവിടുന്ന് അച്ഛന്മാരെയും എഞ്ചിനീയറൊക്കെ വിട്ട് പലയിടത്തും പോയി നോക്കി നല്ലൊരു പ്ലാൻ അവർ വരച്ചതാണ് പിതാവിൻ്റെ കൊണ്ട് തന്നത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കിക്കോണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു പ്ലാൻ വരച്ചുകൊണ്ട് 4 വീട്ട് മറ്റേത് ഒരു 2 നില കെട്ടിടം, അത് പ്രൈവസി ഇല്ല. അപ്പോൾ ഞാനിത് വരച്ചുകൊണ്ട് വന്നു. എന്നിട്ട് കണ്ടു കഴിഞ്ഞ പിതാവ് പറഞ്ഞു അച്ഛൻ പോകരുത്, പിറ്റേ ദിവസം പ്രീസ്റ്റ് കൗൺസിൽ ഒന്നോട് വിളിക്കുകയാണ്. അപ്പോൾ ഈ 2 പ്ലാനും കൂടെ അച്ഛൻ എൻ്റെ മുറി വെച്ചൊന്ന് വിശദീകരിച്ചേക്കണം. ഞാനതുപോലെ പിറ്റേ ദിവസം പിതാവ് പറഞ്ഞപ്പോൾ ചെന്നു, എല്ലാ അച്ഛന്മാരും വന്നു, പ്ലാൻ ഞാൻ കൊണ്ടുവന്ന് അതും വിശദീകരിച്ചു, തന്ന പ്ലാനും വിശദീകരിച്ചു. അന്നേരം അവർ ഏകാണ്ടമായിട്ട് പറഞ്ഞു അച്ഛൻ കൊണ്ടുവന്ന പ്ലാൻ പണിതാൽ മതി. അതാണ് ഈ യുവാനിഹോ എന്ന് പറയുന്ന കെട്ടിടം മൊത്തം എൻ്റെ സ്വന്തം പ്ലാനായിട്ടുള്ള ദൂത്. അതായത് അച്ഛൻ്റെ ജീവിതത്തിൽ സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന വിയാനി പുണ്യാളൻ അവസാനം ആ പേരിലുള്ള ഒരു പ്രീസ്റ്റ് ഹോം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിഷേകം കൂടെ അച്ഛന് തന്നു. ഓക്കെ, പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്ത ഗേറ്റ്, അതിൻ്റെ റൂമുകൾ, പിന്നെ സിറ്റ് ഔട്ടുകൾ, അതുപോലെ തന്നെ ചാപ്പൽ, എൻ്റെ സർവ്വ അതിനകത്ത് കാണുന്നതും എൻ്റെ ഡിസൈനാണ്. ഞാൻ തന്നെ ചെയ്ത കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടാണ്. എന്നാലും പണിതെല്ലാം അങ്ങനെയായിരുന്നു, എല്ലാവർക്കും താല്പര്യമായിരുന്നു. അതേ പ്രീസ്റ്റ് ഹോമിലാണ് അച്ഛൻ ഇപ്പോൾ. അതെ. പിന്നെ അതുപോലെ പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ ആൾക്കാർ പറയുന്നതനുസരിച്ച് ആവശ്യമനുസരിച്ച് രൂപ ഒരു 10-30 വർഷത്തേക്ക് ഞാൻ എൻ്റെ ചെയർമാനായിരുന്നു കൺസ്ട്രക്ഷൻ്റെ. അപ്പം ഒരിടവയിൽ നിന്ന് വരുന്ന പ്ലാന് എസ്റ്റിമേറ്റെല്ലാം കൂടെ രൂപതയ്ക്ക് കിട്ടും, രൂപത എൻ്റെ പേർക്ക് അയക്കും. ഞാൻ പിന്നെ ആ സ്ഥലത്ത് പോയി സൈറ്റും നോക്കി പ്ലാനും നോക്കി വല്ല മാറ്റം വരുന്നെല്ലാം പറഞ്ഞു. കത്തീഡ്രൽ പള്ളിയിൽ അങ്ങനെ ചില മാറ്റങ്ങൾ കത്തീഡ്രൽ പള്ളിയിലെ ഒരു പ്ലാൻ തന്നായിരുന്നു, അത് എൻ്റെ പേർക്ക് അയച്ചു തന്നു രൂപതയെന്ന്. അപ്പോൾ ആ പ്ലാൻ പണിയാനായിട്ട് വെച്ചിരുന്നത് നേരത്തെ ഉള്ള പഴയ വലിയ ബിൽഡിങ്ങിൻ്റെ പുറകിലാണ്. അവിടെ പള്ളിമുറി പണിതാൽ ആർക്കും കാണാൻ പറ്റില്ല, അച്ഛന്മാർക്കും പള്ളിയായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി ഇപ്പോൾ പണിതിരിക്കുന്ന ആ സ്ഥാനത്തോട്ട് സൈറ്റ് മാറ്റി ഒരു ഔട്ട്ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എഞ്ചിനീയറെ കൊണ്ട് ഇനി വരപ്പിച്ച് പണിയ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതവർ അംഗീകരിച്ചു. അതാണ് ഇപ്പോഴത്തെ മുറി. അങ്ങനെ ഒരു എന്താ പറയുന്നത്, വൈദികനോടൊപ്പം ഒരു എഞ്ചിനീയർ എന്ന് പറയുന്ന അല്ലേ, പണ്ട് കൂട്ടുകാരുടെ ഒരു സ്വപ്നം അത് അനുവദിക്കപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സംഭവിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. അതെ, കാരണം കുടുംബമാണല്ലോ അടിസ്ഥാനപരമായിട്ട് അല്ലെ ഗാർഹിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള എനിക്ക് തോന്നുന്നു മിക്കവാറും കുടുംബങ്ങളിൽ അപ്പനേക്കാൾ അധികമായിട്ട് അമ്മയാണ് ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത്. എനിക്കും തോന്നുന്നത്, പറഞ്ഞു കേട്ടിട്ടുള്ളത്, അച്ഛൻ്റെ എന്താ പറയുന്ന ഒരു വലിയ അമ്മയുടെ വലിയൊരു സ്വാധീനം അച്ഛൻ്റെ ജീവിതത്തെ മുഴുവനും പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. ശരിയാണ്. എൻ്റെ ചേട്ടനച്ഛന് സലേഷ്യൻ സഭയിൽ ഷില്ലോങ് ആസാം, അദ്ദേഹം അവിടെ വൈസ് പ്രിൻസിപ്പലായിരുന്നു. പിന്നെ എക്കോണമറായിട്ട് ഒരുപാട് വർഷം ജോലി ചെയ്തു. പിന്നെ സെമിനാരി റെക്ടറായിരുന്നു. ഇങ്ങനെ അച്ഛന് വീട്ടിലൊരിക്കൽ വന്ന് അമ്മയൊക്കെ പറ്റി നാട്ടുകാരും വീട്ടുകാരും മറ്റു മതസ്ഥരും പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ സംഭരിച്ചുകൊണ്ട് പോയി. അവരുടെ സഭയിൽപ്പെട്ടൊരു പ്രധാന വൈദികൻ അത് ഒരു പുസ്തകമാക്കി, റിമാർക്കബിൾ ക്രിസ്ത്യൻ ഒരു പുസ്തകമാക്കി.
ആ പുസ്തകം അന്ന് ആ കാലത്ത് നടന്ന ഒരു ഓൾ ഇന്ത്യ ബിഷപ്സ് കോൺഫറൻസ് എല്ലാ മെത്രാന്മാർക്കും കൊടുത്തു. അപ്പോൾ ആലഞ്ചേരി പിതാവിനും കിട്ടി. ആലഞ്ചേരി പിതാവ് വായിച്ചിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചു. എന്നെ പറഞ്ഞു ഇതുപോലെ തന്നെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് മലയാളമാക്കിയപ്പോൾ പിതാവ് നല്ലൊരു മെസ്സേജ് ആ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. മലയാളം പുസ്തകത്തിൽ അതുണ്ട്. ആ മലയാളം പുസ്തകത്തിൻ്റെ ഹെഡിങ് എന്താ? അമ്മ ഒരു നന്മയെന്നാക്കി. മറ്റേത് റിമാർക്കബിൾ ക്രിസ്ത്യൻ മദർമായിരുന്നു. അത് സെലീഴ്സവിൽ പ്രധാന അച്ഛനാണ് ചെയ്തത്. ആ അച്ഛനെ ഇപ്പം വത്തിക്കാനിലേക്ക് ഒരു പ്രത്യേക ജോലിയിലേക്ക് കൂടെ നിയമിച്ചിട്ടുമുണ്ട്. അല്ല, പുസ്തകത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരിയും പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ? അത് ശരിയാ. അത് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. ഇപ്പം പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഈ അമ്മയുടെ ജീവിതത്തിലെ ആ വിശുദ്ധിയെക്കുറിച്ച് അച്ഛന് ഇപ്പോൾ ഓർത്തെടുക്കാനുള്ള 1-2 കാര്യങ്ങളൊന്നും പറയാം. അമ്മയെപ്പറ്റി ഓർത്തെടുക്കുന്നത് ഞങ്ങളെയൊക്കെ കൊച്ചുപ്രായമായിരുന്നു മുതലേ പള്ളി വിടുന്ന കാര്യത്തിലും കുദാശയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അമ്മ മുൻപന്തിയിലുണ്ട്. ഞങ്ങളെല്ലാവരും അമ്മ പറയുന്ന പോലെ എല്ലാം ചെയ്യുമായിരുന്നു. അല്ല, സ്വന്തം മക്കളോട് എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു സംതിങ് സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ അച്ഛൻ ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യം എന്താ? അമ്മ അപ്പോൾ അയലോക്കത്തുണ്ടായിരുന്ന പാവപ്പെട്ട രോഗികളെ എല്ലാം ചികിത്സിക്കാൻ പോകുമായിരുന്നു. ഒരാവശ്യപ്പെട്ട കാരണം അവിടെ നിന്നും ഞങ്ങളവിടെ പലർക്കും ചെല്ലുന്ന കാലത്ത് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താവശ്യം വന്നാലും അമ്മ അവിടെ പോവുകയും അവരെ കാണുകയും വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുകയും. ഇനിയും ഒരാൾ മരിച്ചു, അപ്പോൾ അതിന് അടക്കാനായിട്ട് ഒന്നേ വസ്ത്രമില്ല, അങ്ങനെയുള്ളവർക്ക് പോലും വസ്ത്രം കൊണ്ടേ കൊടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തതിലെ പുസ്തകത്തിലുണ്ട്. അച്ഛൻ ഇനി എന്തെങ്കിലും ഓർത്തെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോട് പറയാനോ ഉള്ള ഒരു കാര്യം? അത് എനിക്ക് പറയാനുള്ളത്, അതായത് ക്രിസ്ത്യൻ ലൈഫ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വത്തിക്കാൻ കൗൺസിലെ പിതാക്കന്മാർ പറഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എ ക്രിസ്തി ഫിദേലിസ് ലൈച്ച് എന്ന് പറയുന്നൊരു പുസ്തകമാണ് മാർപ്പാപ്പ എഴുതിയേക്കുന്നത്. അതൊരു ചാക്രിലേഖനമായിട്ട്. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വൈദികര സന്യസ്തര മെത്രാന്മാർ ഇങ്ങനെയുള്ള ധാരാളം വിശുദ്ധാത്മാക്കളുണ്ട്. അവരുടെ ലൈഫ് വേറെന്നാ. അതേസമയം അൽമാരിടയിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ട് അൽമാരിൽ വിവാഹിതരായ സ്ത്രീയോ പുരുഷനോ നല്ല ക്രൈസ്തവൻ നയിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് തരുവാണെങ്കിൽ കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് നന്മയ്ക്ക് വേണ്ടി, ക്രൈസ്തവ നന്മയ്ക്ക് വേണ്ടി അവരെ വിശുദ്ധ നാമകരണം ചെയ്യാം എന്നുവരെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അത് പിതാവ് അങ്ങനെ പറയാൻ കാരണം അൽമായരുടെ ജീവിതവും പിന്നെ സമർപ്പിതരുടെ ജീവിതവും രണ്ടാണ്. അൽമായർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവർ നല്ല ജീവിതം നയിക്കുന്നത്. അത് ഞങ്ങൾക്ക് സന്തോഷം. അത് മനുഷ്യർക്ക് മനസ്സിലായ മാത്രമേ, എങ്ങനെയാണെന്ന് മനസ്സിലായ മാത്രമേ ഒരു ക്രൈസ്തവ കുടുംബത്തെ നല്ല ക്രൈസ്തവ കുടുംബമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരുപാട് ദൈവവിളി ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. കുടുംബങ്ങളിൽ നിന്നാണ് ദൈവവിളികൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഒരു സന്ദേശമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകന് ഒരു ഭാര്യയെ തിരഞ്ഞെടുത്ത് കൊടുത്തു. ഭാര്യയെ തിരഞ്ഞെടുത്തു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, തിരഞ്ഞെടുത്ത് കൊടുത്തു. ആ തിരഞ്ഞെടുത്ത് കൊടുത്ത വീട്ടിൽ ആദ്യത്തെ കുട്ടി ജനിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 8ാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞു. അപ്പം അന്നൊക്കെ ഞങ്ങൾ പലർക്കും പോകുന്നതിന് മുമ്പുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ തന്നെ അവരെയും ഒത്തിരി നോക്കുകയും ഈ ഭാര്യയെ കിട്ടിയ അദ്ദേഹം പറഞ്ഞത്, അമ്മയോട് പറഞ്ഞത്, അമ്മ ഇനി അനേകം പിള്ളേരുടെ മാതാവാകും, അതെല്ലാം സന്യാസികളും അച്ഛന്മാരും ആയിരിക്കും. അതിലൊന്നാണ് അമ്മയുടെ ഫാമിലി. ഇവിടെ തെക്കിൻചേരിക്കുന്നേൽ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലുള്ള ഒരു ഫാമിലി. ആ ഫാമിലിയിലെ മൂത്ത മകന് എൻ്റെ പെങ്ങന്മാരിൽ 8ാമത്തെ ആൾ 7ാമത്തെ ആൾ ജനിക്കുമ്പം ആ ആൾ ജനിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ ആ പിള്ളേരൊക്കെ നോക്കുമായിരുന്നു. പിന്നെ അമ്മ പലപ്പോഴും വീടുകളിലെല്ലാം പോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അവരുടെ വീട്ടിലും 10 പേര് അച്ഛന്മാരും കന്യാസ്ത്രീകളായിട്ടുണ്ട്. അതിലൊരാളാണ് ഈയിടെ ബിഷപ്പായത്. ജലന്ധർ രൂപതയുടെ ബിഷപ്പായി തീർന്ന ജോസ് ബിഷപ്പ് തെക്കിഞ്ചേരിക്കുന്നേൽ അമ്മയുടെ ആങ്ങളയുടെ മകൻ്റെ മകനാണ്. കുടുംബയോഗത്തിൻ്റെ മറ്റൊരു മർമ്മം കൂടിയാണ് ഇപ്പോൾ അപ്പം അച്ഛൻ പറഞ്ഞു തന്നത്. കാരണം ദൈവവിളികളുടെ ഒരു പൂക്കാലം അത് കുടുംബത്തിൻ്റെ ഗർഭഗൃഹത്തിലാണ് എന്നുള്ള കാര്യമാണ് ശരിക്കും അമ്മയുടെ ജീവിതം. ആധുനിക കാലഘട്ടത്തിൽ അതിന് വൂം ക്യാറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കാറ്റഗിസം കൊടുക്കുന്ന രീതി. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് പുറത്ത് വന്നിട്ട് എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ആ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ, ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ, വലിയ വിശുദ്ധി
അമ്മമാരിൽ നിറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുടുംബങ്ങളും സ്വർഗമായിട്ട് മാറും അല്ലേ അച്ഛാ? അത്തരത്തിലുള്ള ഒരു ദൈവ വിളികളുടെ പൂക്കാലം വൈദികരും സന്യസ്തരും മാത്രമല്ല, നല്ല വിശുദ്ധരായിട്ടുള്ള ആത്മായരും ഭൂമിക്ക് സമ്മാനമായിട്ടുണ്ടാകട്ടെ. അതിന് ഒരു എന്താ പറയുന്ന പ്രേരണയായിട്ട് തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ജീവിതവും ലോകത്തിനൊരു സാക്ഷ്യമായിട്ട് വരുന്ന ആളുകളിൽ മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു വെച്ചാൽ. താങ്ക് യു. വാർദ്ധക്യ സഹജമായ രോഗവും വേദനകളുമൊക്കെ ഉള്ളപ്പോൾ അച്ഛൻ നിർവഹിക്കുന്ന സൗഖ്യ ശുശ്രൂഷ ഈ കാലഘട്ടത്തിന് വലിയ സാക്ഷ്യവും അനേകർക്ക് അനുഗ്രഹവുമാണ്. അച്ഛൻ്റെ ശുശ്രൂഷയിലൂടെ ഒത്തിരിയധികം ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അച്ഛൻ്റെ ജീവിതശൈലി, കർമ്മനിരതയും നമുക്ക് ഇന്നും മാതൃകയാക്കാം.